ഹായ് ഓൾ, ദിസ് ഈസ് യസീദ ഹാരിസ് ഫ്രം സെഹ്രിഷ് വണ്ടർ വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പ് പാർട്ട് 1ൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 2വിൽ കൂടുതലായിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് ആൻഡ് റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയി. അപ്പോൾ ഉച്ച സമയമായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഈ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്ക് പോയത്. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതുപോലെ റിസോർട്ട് ഉണ്ട്, റൂംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നടന്ന് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് പോകാൻ കാരണം. അപ്പോൾ റിസോർട്ടിലേക്ക് പോണ വഴിക്കുണ്ടായിരുന്ന ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇതിവിടെ എല്ലാവരും ആൾക്കാരൊക്കെ ഇറങ്ങി വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഇറങ്ങിയില്ലെങ്കിൽ നഷ്ടമാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളും ഇറങ്ങി വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് വേറൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തിരക്കൊന്നും വേണ്ട, തിരക്കൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വ്യൂ പോയിൻറ്റിൽ നിർത്തി കാണുന്നതായിരിക്കും ഭംഗി. കാരണം ഇവിടെ നല്ല റഷാണ്. അപ്പോൾ നെക്സ്റ്റ് വ്യൂ പോയിൻറ്റിലാവുമ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ തിരക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് അടുത്ത വ്യൂ പോയിൻ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഗ്രീൻലാൻഡ് ഫാം ഹൗസ് ഉള്ളത് നല്ലൊരു ഏരിയയിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കോഫി പ്ലാന്റേഷൻ, ടീ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട് അവർക്ക്. മെയിൻലി കോഫി പ്ലാന്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്, റിസോർട്ടിനകത്തുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ബോർഡ് കണ്ടിട്ട് കുറേ ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അത്രയും ആ ഏരിയ മുഴുവൻ അവരുടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ റിസോർട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. റിസോർട്ടിൻ്റെ ഓരോ ബോർഡ് കണ്ടുകഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ എത്തുമെന്ന്. പക്ഷെ കുറേ ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത ബോർഡായിരിക്കും കേട്ടോ കാണാം. ഇപ്പോൾ വീണ്ടും ഒരു ബോർഡ് എത്തിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നണേ ഇപ്പോൾ എത്തിയെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമുക്ക് പോവാം. ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് റെസ്റ്റോറൻറ്റും റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. റൈറ്റ് സൈഡിലേക്കാണ് അവരുടെ ഫാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫാം കാര്യങ്ങളൊക്കെ ഒന്നും പോയിട്ടില്ല. നമ്മൾ ആ റിസോർട്ട് ഏരിയയും റെസ്റ്റോറൻറ്റ് ഏരിയയും ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കവർ ചെയ്തത്.
അതാ പിന്നെയും അടുത്തൊരു ബോർഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. നമ്മൾ നല്ല നട്ടുച്ച നേരത്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ഏകദേശം ടെമ്പറേച്ചറൊക്കെ നല്ല കുറവാണ്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം കോഫി പ്ലാന്റേഷൻ ഉണ്ട്, കുറച്ച് ഭാഗം ടീ പ്ലാന്റേഷൻ ഉണ്ട്. പിന്നെ പോണ വഴിയൊക്കെ നല്ല റിസോർട്ടോ, രണ്ട് സൈഡാണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ റിസോർട്ടിലേക്ക് പോണ വഴിയൊക്കെ നല്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അതുപോലെ റിസോർട്ടൊക്കെ വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയില്ല. റെസ്റ്റോറൻ്റാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. കാരണം എല്ലാവർക്കും നന്നായി വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയി ഇട്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് റിസോർട്ടൊക്കെ ഒന്ന് കണ്ട് വരാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ റിസപ്ഷൻ ഏരിയ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്നും ഒത്തിരി ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ലിമിറ്റഡ് മെനു ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് പയ്യൊക്കെ പോയാൽ മതി എന്നുള്ള കൺസെപ്റ്റാണെന്ന് തോന്നണു അവർക്ക്. കാരണം നമുക്കിവിടെ വന്ന് ആരായാലും റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടേക്കുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ടേ ആരായാലും പോവുള്ളൂ ഫോട്ടോ ഒക്കെ എടുത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്. താഴത്തേക്കാണെങ്കിൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ശരിക്കും ഫോറസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു താഴത്തേക്കൊക്കെ. പിന്നെ നമ്മൾ റിസോർട്ട് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ നമുക്കൊരു കുട്ടികൾക്ക് വേണ്ടി പ്ലേ ഏരിയ ഉണ്ട്. അപ്പം നമ്മൾ കുട്ടികൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പിന്നെ റൂംസൊക്കെ ആ സൈഡിലേക്ക് റൂംസൊക്കെ ഉണ്ട്. ഓൾഡ് ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള റൂംസൊക്കെയാണ്. ആ ഒരു കൺസെപ്റ്റിലായിരിക്കണം റൂംസ് ചിലതൊക്കെ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്ന് വെച്ചാൽ റിസപ്ഷനിൽ അവരുടെ സ്റ്റാഫൊക്കെ ബിസി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ റൂംസൊന്നും കാണാനായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ ഇത് അവരുടെ ഗസ്റ്റ് ഹൗസ് എന്തോ സംതിങ് അങ്ങനെ എന്തോ ആണ്. പിന്നെ നമുക്ക് പുറത്തൊക്കെ ചെയർസൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് പുറത്തിരുന്ന് ഇതിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാം. നമുക്ക് താഴത്തേക്കൊക്കെ ഫുൾ വ്യൂ ആണ്. അപ്പം നമുക്കവിടെ താഴെ ഇരുന്ന് വ്യൂസൊക്കെ ആസ്വദിക്കാം. പിന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ കൂടെയൊക്കെ നടക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രീൻലാൻഡ് ഫാം ഹൗസിൻ്റെ വിശേഷങ്ങൾ. ഫാം ഹൗസും ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വ്യൂ പോയിൻ്റ് കവർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി അടുത്തൊരു പാർട്ട് 3 ഉണ്ട്. ആ പാർട്ട് 3യിലാണ് നമ്മൾ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യണത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അതും കാണുക. പിന്നെ പാർട്ട് 3ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക.
അതുപോലെ പാർട്ട് 3യും കാണാൻ മറക്കരുത്, അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് യസി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.